ഇവിടെ എൻ്റെ ഫുഡ് പെഡലിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആക്സിലറേഷൻ്റെ അളവ്, ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് എപ്പോഴുമുള്ള ഒരു ചിന്തയാണ് ഫ്യൂവൽ സേവ് ചെയ്തുകൊണ്ടൊരു വാഹനം ഡ്രൈവ് ചെയ്യുക. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഹയർ ഗിയറിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് കഴിയുമോ? പല ആൾക്കാർക്കും ഉള്ളൊരു ചിന്തയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും കഴിയും തോറും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് അങ്ങോട്ട് താഴുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ മൈലേജിന് വലിയ ഒരു പ്രാധാന്യം നൽകിയാണ് നമ്മൾ വാഹനം സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്, അതായത് നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹയർ ഗിയർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്താൽ അത് കഴിയുമോ? അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ ഹയർ ഗിയറും ലോവർ ഗിയറും എന്താണെന്ന് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഏതാണ് ഹയർ ഗിയർ, ലോവർ ഗിയർ? ലോവർ ഗിയർ എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഗിയർ ആണ് ലോവർ ഗിയർ. പിന്നെ ആ ഒരു ലോവർ ഗിയർ ഗണത്തിൽപ്പെടുന്നതാണ് സെക്കൻഡ് ഗിയർ. ഹയർ ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് ഗിയർ ഇട്ട് പോകുന്ന സമയത്ത് ഒരു തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ഗിയറിൽ ഉൾപ്പെടുത്താം. ഓക്കെ. ലോവർ ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ്, സെക്കൻഡ് ഗിയർ ഒക്കെ ആയിരിക്കും. ഈ ലോവർ ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോർക്ക് കൂടിയ ഗിയറാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ വണ്ടി പിടിച്ചേ പോകത്തുള്ളൂ. അപ്പം ആ പിടിച്ച് പോകുന്നതിന് ആനുപാതികമായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഫ്യൂവൽ കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ആ ഫ്യൂവലിൻ്റെ കത്തൽ കുറയുന്നു. കാരണം സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ വാഹനം കുറേ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഹയർ ഗിയർ ആയിട്ടുള്ള തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ, ഒരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വീണ്ടും വാഹനം നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ്സിലേക്ക് വരും. ആ ഒരു ടൈമിൽ കത്തുന്ന ഫ്യൂവലിൻ്റെ അളവും കുറവായിരിക്കും. ഇനി നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഹയർ ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് കഴിയുമോ? അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 2 റോഡുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഒന്നൊരു വില്ലേജ് റോഡും, ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡും, മറ്റൊന്ന് അത്യാവശ്യം വീതി കൂടിയ ഒരു റോഡിലൂടെയും കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി 2 തരത്തിലുള്ള റോഡിലെയും വ്യത്യാസങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. അതായത് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ വില്ലേജ് റോഡുകളിൽ പല ഭാഗങ്ങളിൽ കുണ്ടും കുഴികളുമുണ്ട്, വളവും തിരിവുകളുമുള്ള റോഡാണ്, കയറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങും ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ആക്സിലറേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പല ഗിയറുകളിൽ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തിത്തീരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വില്ലേജ് റോഡിൽ ഒരു വണ്ടിയുടെ മൈലേജ് നമുക്ക് കൃത്യമായിട്ട് അളക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമ്മളൊരു വീതി കൂടിയ റോഡുകളിലേക്ക് വരുന്ന സമയത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മെയിൻ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു 4th or 5th വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേയധികം ദൂരം ആ ഒരു ഗിയറിൽ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരുന്നില്ല. കാരണം ഹയർ ഗിയറിലാണ് നമ്മൾ കൂടുതലും ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഫുഡ് പെഡലിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആക്സിലറേഷൻ്റെ അളവ്, ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ആണ്. ഇനി നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. വണ്ടിയുടെ കീ ഓണാക്കി. ഓക്കെ. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി പല ആൾക്കാരും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരുന്ന ഒരവസ്ഥ ബിഗിനേഴ്സിന് ഉണ്ടാകാറുണ്ട്. അതായത് തുടക്കക്കാരായ ഡ്രൈവേഴ്സിന്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി ഓഫ് ആകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചെയ്യുന്നതാണ് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ കൂടുതൽ ഫ്യൂവൽ നിങ്ങൾക്ക് കത്തിത്തീരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്,
ജസ്റ്റ് ബ്രേക്ക് പെഡലേ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലെ വെക്കുക, ഒരു നിരപ്പ് റോഡാണെങ്കിൽ. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ആദ്യം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ വരിക. പതുക്കെ വരുന്ന സമയത്ത് തന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ഇവിടെ നമ്മളുടെ ആക്സിലറേഷൻ ചെറിയ രീതിയിൽ മുന്നോട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കുമ്പോൾ നമുക്കിതേ ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ താമസമന്യേ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വലിയ താമസിക്കാതെ തന്നെ ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇത്രയും മൂവ്മെൻറ്റ്സ് മതി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വരാനായിട്ട്. പക്ഷേങ്കിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്ത് കുറച്ച് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് കുറേ അധികം ദൂരം നമ്മളുടെ വാഹനം മുന്നോട്ട് പോയിട്ടായിരിക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള ഫ്യൂവൽ അനാവശ്യമായിട്ട് ആ ഒരു ഭാഗത്ത് കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇതേ പെട്ടെന്ന് തന്നെ കൊടുത്തു. ഇത് ചെറിയൊരു കയറ്റമാണ്, ഇവിടെ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഗിയറിൽ കയറി പോകാൻ പറ്റുന്ന ചെറിയൊരു കയറ്റമാണ്. ഞാനിത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി പോകുന്നു. ഇനി കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമ്മൾ ഹയർ ഗിയറുകളിലേക്ക് വരിക, അതായത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയറുകളിലേക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വരിക. അനാവശ്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി സൈഡിൽ ഒതുക്കി തന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ കയറി. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി. ഒത്തിരി കാലതാമസം വരാതെ തന്നെ ഇതേ വളരെ വേഗത്തിൽ തന്നെ ഇതേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ വളരെ വേഗത്തിൽ തേർഡ് ഗിയറിലേക്ക് വന്നു. ഇവിടെ ഞാൻ ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകാതെ അത്യാവശ്യമുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് തേർഡ് ഇട്ടത്. ഇനി നമുക്ക് ഫോർത്ത് ഇടണം. ഫോർത്ത് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് റോഡ് വരുമ്പോഴാണ് ഫോർത്ത് ഇടുന്നത്. ഇപ്പോൾ തേർഡ് ഇവിടെ ചെറിയൊരു വളവും തിരിവുമാണ്. ഇതേ വളവ് മാറി ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആകുന്നു. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലേക്ക് ഒരു ഇറക്കം വരുന്നു. വില്ലേജ് റോഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്ക് വരുന്നു. ഇവിടെ ചെറിയൊരു ഗട്ടറുണ്ട്. ഓക്കെ, ആ ഗട്ടർ മാറി. ഇനി ഉടൻ തന്നെ നമുക്കിത് ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ്മെൻറ്റ്സ് ചെറിയ രീതിയിൽ നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. കണ്ടോ, ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് വന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതേ നമുക്ക് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടാം. കണ്ടോ, അപ്പോൾ ഇത് വളരെ ക്യുക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഹയർ ഗിയറിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫ്യൂവൽ ഒരുപാട് കത്തിത്തീരുന്നില്ലേ. ഇനി നമ്മളിവിടെ ഡ്രൈവ് ചെയ്യുന്നത് അത്യാവശ്യം വീതി കൂടിയ മെയിൻ റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ ഫ്യൂവലിൻ്റെ ആ സേവിങ്സും എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതും ഹയർ ഗിയറിൻ്റെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണവും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി റോഡിലേക്ക് ഇറങ്ങുകയാണ്. ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി നോക്കിയിട്ട് നമ്മൾ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ ഇറങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ റോഡ് ഇറക്കം കൂടിയ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൂവ്മെൻറ്റ്സ് ഒന്നും നൽകണ്ട. ജസ്റ്റ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ദേ ക്ലച്ച് നയിക്കുക, ജസ്റ്റ് ബ്രേക്ക് നിന്നാൽ മതി. എന്നിട്ട് ഒരു ലൈറ്റ് മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതേ നമുക്ക് തേർഡ് ഗിയർ ഇടാം. ദേ ആക്സിലറേഷൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ദേ ക്ലച്ച് പിടിക്കുന്നു. ദേ മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. നിങ്ങൾ നോക്കുക, ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഒത്തിരി മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുത്തില്ല. തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി വീണ്ടും നമ്മളിതേ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് വീണ്ടും ക്ലച്ച് പിടിക്കുന്നു. ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ നാലാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഒരുപാട് സ്പീഡിലൊന്നും ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സും കൂടെ കൊടുക്കുന്നു. ഏകദേശം ഒരു 45 കിലോമീറ്റർ വേഗതയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതേ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇട്ടു. അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഇതേ കാല് കൊടുത്ത് പോവാണ്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇപ്പം നമ്മൾ അഞ്ചാമത്തെ ഗിയറിൽ സ്മൂത്തായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് കുറേയധികം ദൂരം ഈ ഒരു ഗിയറിൽ നമുക്ക് പോകാനായിട്ട് കഴിയും. ഇനി ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ അനാവശ്യമായിട്ട് കൂടുതൽ ആക്സിലറേഷൻ ഫിഫ്ത്ത് ഗിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഫ്യൂവൽ കത്തിത്തീരും. പക്ഷേങ്കിൽ ആവശ്യാനുസരണം നമ്മുടെ സ്പീഡിന് ആവശ്യാനുസരണം മാത്രമുള്ള ഒരു ആക്സിലറേഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലും അതായത് ഹയർ ഗിയറിൽ ഡ്രൈവ് ചെയ്താൽ പോലും നമ്മളുടെ ഫ്യൂവലിൻ്റെ അളവ് കത്തിത്തീരത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെ 2 തരത്തിലുള്ള റോഡുകൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഹയർ ഗിയറും ഉപയോഗിച്ചു, ലോവർ ഗിയറും ഉപയോഗിച്ചു. അപ്പോൾ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഹയർ ഗിയറിൽ ഡ്രൈവ് ചെയ്താൽ ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് കഴിയുമോ? ഹയർ ഗിയറിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂവൽ സേവിങ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെയും നമ്മൾ അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാൻ, നമ്മൾ ഒരു ഫിഫ്ത്ത് ഗിയറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പോകുന്ന ടൈമിൽ അത്യാവശ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി റണ്ണിങ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആക്സിലറേഷൻ
കുറച്ച് അത്യാവശ്യം വണ്ടി റണ്ണിങ് ആണെങ്കിൽ ആക്സിലറേഷൻ കുറച്ച് ജസ്റ്റ് ബ്രേക്കേ വന്ന് നമ്മൾ വണ്ടി മുന്നോട്ട് തന്നെ മൂവ് ആക്കുക. അങ്ങനെ മൂവായി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഫ്യൂവലിൻ്റെ കത്തലിൻ്റെ അളവ് ആ റോഡിന് ആനുപാതികമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അവിടെ അനാവശ്യമായിട്ട് സ്പീഡ് കൂട്ടാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഹയർ ഗിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പോകുന്ന റോഡ് മനസ്സിലാക്കിയിട്ട് എപ്പോൾ ആക്സിലറേഷൻ കൊടുക്കണം, എപ്പോൾ കുറയ്ക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡ് ആവശ്യമാണെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള സ്പീഡ് കൊടുക്കുക. അതിനുശേഷം ആവശ്യമില്ലാത്ത വരുന്ന സന്ദർഭങ്ങളിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ കുറച്ച് കൃത്യമായിട്ട് ബ്രേക്കിൽ വന്ന് അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയർ ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേയധികം നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ കഴിയും. അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ ഗിയറിലും കുറേയധികം ഫ്യൂവൽ കട്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോ ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഫ്യൂവൽ കൂടുതലായിട്ട് കത്തിത്തീരാനായിട്ടുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് AC ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. AC ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു ACക്ക് ആവശ്യമില്ലെങ്കിൽ, അതായത് നമ്മൾ നോബ് തിരിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് കൂട്ടിയിടുന്ന സമയത്ത് AC ഇട്ട് അത്യാവശ്യം വണ്ടി തണുത്തു എന്ന് കരുതി കഴിഞ്ഞാൽ ACയുടെ നോബ് താഴോട്ട് താഴ്ത്തി സ്പീഡ് കുറയ്ക്കുക. നമുക്കൊരു തണുപ്പ് വാഹനത്തിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു AC ഇട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേയധികം ഫ്യൂവൽ നമുക്ക് AC ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് ഫ്യൂവലിൻ്റെ അളവ് പിടിച്ചെടുക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നോബ് ചുമ്മാ കൂട്ടിയിട്ട് ഭയങ്കര കൂളിങ്ങിലാണ് പോകുന്നതെങ്കിൽ അതനുസരിച്ച് കത്തിത്തീരും. പക്ഷെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ AC ഇടുന്ന സമയത്ത് ആവശ്യാനുസരണമുള്ള ഒരു AC കിട്ടിയാൽ മതി. അത്യാവശ്യം വണ്ടി കൂളായി കഴിഞ്ഞാൽ അതിനാനുപാതികമായിട്ട് ACയുടെ അളവ് നമ്മളൊന്ന് കുറച്ചിട്ട് ആ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. അപ്പം നമുക്ക് ഫ്യൂവലും സേവ് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു കൂളിങ്ങും കിട്ടുന്നതാണ്. അപ്പം ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.